Good morning to all. I'm Dr. Isamma Joseph, Senior Consultant, Gynecologist and Laparoscopy Surgeon, എറണാകുളം മെഡിക്കൽ സെന്റർ, കൊച്ചി. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് പ്രഗ്നൻസി ആൻഡ് ഹൈപ്പോതൈറോയിഡിസം. ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നത് തൈറോയ്ഡ് ഹോർമോൺ ശരീരത്തിൽ കുറയുന്നതിനാണ്. TSH എന്ന് പറയുന്ന ഹോർമോൺ ചെക്ക് ചെയ്യുമ്പോൾ TSH കൂടുകയാണെങ്കിൽ ശരീരത്തിൽ തൈറോയിഡ് കുറവാണ്. പ്രഗ്നൻസിക്ക് മുമ്പായി തന്നെ പ്രീ പ്രഗ്നൻസി കൗൺസിലിംഗ് ഫസ്റ്റ് വിസിറ്റിൽ തന്നെ തൈറോയിഡ് TSH ചെക്ക് ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. TSH ഹോർമോൺ നോർമലി 4.5 to 5.5 ആണ് ഒരു അഡൾട്ടിന് ഉണ്ടാകേണ്ടത്. ഇൻ പ്രഗ്നൻസി TSH ആദ്യത്തെ 3 മാസം ഷുഡ് ബി ലെസ് ദാൻ 2.5. പിന്നത്തെ 3 മാസവും അടുത്ത 3 മാസവും 3 to 3.5 കുറവായിരിക്കണം. എന്താണ് ഈ TSH കൂടിയാലും കുറഞ്ഞാലുമുള്ള കുഴപ്പം? ഒരു ഗർഭിണിയാകുന്ന ആദ്യത്തെ 3 മാസം കുഞ്ഞിന്റെ ബ്രെയിൻ ഡെവലപ്മെന്റിന്, ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ന്യൂറോൺസ് ഡെവലപ്പ് ചെയ്യുന്നതിന് തൈറോയ്ഡ് ഹോർമോൺ അത്യന്താപേക്ഷിതമാണ്. എന്നാൽ കുഞ്ഞിന് സ്വന്തമായിട്ട് തൈറോയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ഉണ്ടാകുന്നത് 3-4 മാസത്തിന് ശേഷമാണ്. അതുവരെ കുഞ്ഞ് അമ്മയിൽ നിന്ന് തൈറോയിഡ് ബോറോ ചെയ്യണം. ഒരു തൈറോയിഡ് കുറഞ്ഞ അമ്മയാണെങ്കിൽ പ്രഗ്നൻസി സമയത്ത് കുഞ്ഞിന് അതിൻ്റെ ഡെവലപ്മെന്റിനുള്ള ഹോർമോൺ ലഭിക്കുകയില്ല. അതുകൊണ്ട് അമ്മയുടെ ഹോർമോൺ ലെവൽ TSH ചെക്ക് ചെയ്ത് 2.5 ഓർ ലെസ് ദാൻ 2.5 ആക്കി വെക്കണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഫാസ്റ്റിംഗ്, രാവിലെ ഒന്നും കഴിക്കാതെ തൈറോയിഡ് TSH ഹോർമോൺ ചെക്ക് ചെയ്യുക. പ്രഗ്നൻസി ഓൾറെഡി ഹൈപ്പോതൈറോയിഡിസം, പ്രഗ്നൻസി കുറവുള്ള ഒരു അമ്മ പ്രഗ്നന്റ് ആവുകയാണെങ്കിൽ TSHന്റെ ലെവൽ നോക്കിയിട്ട് 25 to 50% തൈറോയ്ഡ് ഹോർമോൺ നൽകേണ്ടതാണ്. അതിൻ്റെ കൂടെ തന്നെ TPO ആന്റിബോഡി എന്ന് പറഞ്ഞാൽ ഓട്ടോഇമ്യൂൺ ആന്റിബോഡിയാണ്. അത് ശരീരത്തിൽ ഉണ്ടെങ്കിൽ ഈ തൈറോയ്ഡ് ഹോർമോൺ ട്രീറ്റ്മെന്റ് പ്രഗ്നൻസിക്ക് ശേഷവും കണ്ടിന്യൂ ചെയ്യേണ്ടതാണ്. തൈറോയ്ഡ് ഹോർമോൺ കുറഞ്ഞാൽ TSH കുറവാണ്. TSH കൂടുകയും അമ്മയുടെ ശരീരത്തിൽ തൈറോയ്ഡ് കുറയുകയും ചെയ്യുക. TSH കൂടുമ്പോഴാണ് തൈറോയ്ഡ് ശരീരത്തിൽ കുറയുന്നത്. അങ്ങനെയുള്ള ഒരമ്മ ഗർഭിണിയാകുകയാണെങ്കിൽ കുഞ്ഞിനും അമ്മയ്ക്കും എന്തെല്ലാം കോംപ്ലിക്കേഷൻസ് വരാം. അബോർഷൻ ഉണ്ടാകാം, റിക്കറൻ്റ് ആയിട്ട് അബോർഷൻസ് വരാം, കുഞ്ഞിൻ്റെ വളർച്ച കുറഞ്ഞു വരാം, IUGR. അതുപോലെ തന്നെ അമ്മയ്ക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. കുഞ്ഞിൻ്റെ ബുദ്ധി കുറയാനുള്ള ചാൻസും കൂടുതലാണ്. പ്രീടേം ലേബർ കൂടുതലായിട്ട് ഡെലിവറി കഴിഞ്ഞും BPH അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസും ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് അമ്മയുടെ തൈറോയിഡ് TSH ചെക്ക് ചെയ്ത് 2.5, 3.5 ഫസ്റ്റ് 3 months, സെക്കൻഡ് 3 months, തേർഡ് 3 months ആയിട്ട് കീപ്പപ്പ് ചെയ്യണം. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ഡെവലപ്മെന്റ് കോംപ്ലിക്കേഷൻസ് വളരെ കൂടുതലായിട്ട് ഉണ്ടാകാം. ഈ തൈറോയിഡ് നമ്മൾ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? അമ്മയുടെ വെയിറ്റ് അനുസരിച്ച് ഓരോ കണ്ടീഷൻസ് 25, 50, 75 ഇങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താണ് കൊടുക്കുന്നത്. അത് നമ്മുടെ ഡോക്ടർ തീരുമാനിക്കും എങ്ങനെ വേണം. വളരെ കൂടുതലാണെങ്കിൽ നമ്മൾ ടീം വർക്കായിട്ട് എൻഡോക്രൈനോളജിസ്റ്റിനെ, തൈറോയിഡിൻ്റെ സ്പെഷ്യൽ ഡോക്ടറെയും കൂടെ കാണിച്ചാണ് ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നത്. നന്ദി, നമസ്കാരം.